ഇദ്ദേഹത്തോട് എങ്ങനെയാണ് സംവാദം നടത്തുന്നത്? ഫേസ്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ കണ്ടം വഴി ഓടുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഭാഷയാണ്. പക്ഷേ പിന്നെ അതിനെപ്പറ്റി ഒരു പിടിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,43,000 വീട് വെച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് മാത്രമേ വെച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് യമണ്ടൻ നുണയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മിണ്ടാട്ടവും ഇല്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. BJP RSSുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ 1977 മാർച്ച് 4 ദേശാഭിമാനിയിലെ ആർട്ടിക്കിൾ ഞാൻ കാണിച്ചുതരാം. എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ജനസംഘം എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയല്ല. ജനസംഘം ന്യൂനപക്ഷ വിരുദ്ധരല്ല. കോൺഗ്രസ്സുകാരാണ് ജനസംഘത്തിന്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. തപ്പിപ്പോയാൽ നമ്മളും പോവുമല്ലോ. ആ കാലഘട്ടത്തിലാണ്. അതായത് ജനസംഘം എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടി അല്ലെന്നും അവർക്ക് വർഗീയതയില്ലെന്നും ന്യൂനപക്ഷ വിരുദ്ധരല്ലെന്നും ഇതെല്ലാം കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം പറഞ്ഞ് അവരുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നും ലേഖനമാണ് എഡിറ്റോറിയൽ പേജിൽ ദേശാഭിമാനിയില്ല. ഞാൻ ഡേറ്റ് ഇട്ട് തരാം. ആ ലേഖനം എഴുതി വെച്ചിരിക്കുക EMS ആണ് അന്ന് അതിന്റെ പത്രാധിപര്. അപ്പൊ ജനസംഘത്തെ വെള്ളപൂശി കൊടുത്ത പാർട്ടിയാണ് CPM. എന്നിട്ട് അവരുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാണ് ഈ RSSന്റെ പിന്തുണയോടുകൂടി. എന്നിട്ട് നമ്മളെ ഇപ്പോൾ മതേതരത്വത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരികയാണ് അദ്ദേഹം. ഇതെല്ലാം ഇവരുടെ ചരിത്രം ഇതാണ്. ഇപ്പൊ വെൽഫെയർ പാർട്ടി നമ്മളെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ CPM ഇപ്പൊ PDPയും SCPയെയും പിന്തുണച്ചപ്പോ എന്താ പറയുന്നത്? ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്തൊരു ഇരട്ടത്താപ്പാണ്, എന്തൊരു കാപട്യമാണ്. അതാണിപ്പോ വെളിവായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംവാദത്തിന് വരാത്തത്. സംവാദത്തിനൊന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോ സംവാദം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. നേരിട്ടുള്ള സംവാദമാകുമ്പോൾ അത് അപ്പം തന്നെ മറുപടി പറയണ്ടേ? ഞാൻ സംവാദത്തിന് റെഡിയായത് അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും പൊളിച്ചടുക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന്റെ കുഴപ്പം അപ്പൊ ചോദിക്കുന്ന ചോദ്യമല്ല പിറ്റേ ദിവസം മറുപടി പറയണത്. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെ ഏതോ വിഷയമാണ് എടുത്തത്. എല്ലാത്തിനും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിഭദ്രതയുണ്ട്. ഞങ്ങളെ കയ്യിൽ ഡേറ്റയുണ്ട്. ഞങ്ങളത് പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ 4,43,000 വീടെന്ന് ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞല്ലോ. അത് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നതും പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ടും അടക്കം തന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇവരുടെ ചരിത്രം ഇതാണ്. ഇവരാരുമായിട്ടും കൂട്ടുകൂടും. പറയല്ലോ 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 4 വോട്ടിന് വേണ്ടി ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല. രാഷ്ട്രീയ ചെറ്റത്തരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, ഞങ്ങളാരും ഉപയോഗിക്കില്ല. പക്ഷെ 4 വോട്ടിന് വേണ്ടി RSSുമായിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി SDP ആയിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി PDP ആയിട്ട് കൂടാം. ഇതെല്ലാം തെളിയിച്ച പാർട്ടിയാണ് CPM. എന്നിട്ട് നമ്മളോട് പറയാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ തയ്യാറാണെന്നേ. നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യ്. വിഴിഞ്ഞം തുറമുഖം തൊട്ട് തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് പങ്കാളുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിൽ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ എഗ്രിമെന്റിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പൊ 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്നും തട്ടിപ്പാണെന്നും കടൽക്കൊള്ളയാണെന്നും പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പൊ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ അകത്ത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. റെയിൽ കണക്ടിവിറ്റി വേണം, റോഡ് കണക്ടിവിറ്റി വേണം. ഒരു ചുക്കും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല വിഴിഞ്ഞത്ത്. ഗവൺമെന്റ് അവരുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ അകത്ത് ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന അവകാശവാദം, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഉള്ള ഒരു അവകാശവാദമാണത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ ഇടുമ്പോ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആള് ഇവിടെ വ്യവസായ മന്ത്രിയായിട്ടിരിക്കുക. മനസ്സിലായ? കൊച്ചി മെട്രോ ഞങ്ങൾ കൊണ്ടുവന്നാണ്. കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം ചെയ്ത ആളുകളാണ് ഇവര്. ഏത് വികസനത്തിനാണ് അനുകൂലമായി നിന്നത്?
എല്ലാ പ്രധാനപ്പെട്ട വികസന പരിപാടികളും ഏത് പ്രോജക്റ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ വികസനത്തെ പറ്റിയാണെങ്കിൽ വികസനത്തെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാ. എന്താ സംശയം? ഏത് വിഷയവും ഡീലിനെ പറ്റിയാണെങ്കിൽ ഡീലിനെ പറ്റിയാവാം. ഇപ്പൊ എല്ലാവരുമായിട്ട് ഡീലാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടി മറ്റത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും മടിക്കാത്തതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.